അങ്ങനെ ഇന്ന് രാവിലത്തെ ജിമ്മിൻ്റെ പരിപാടിയെല്ലാം കഴിഞ്ഞു. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഗോതമ്പ് കൂട്ടും പിന്നെ മുട്ടക്കറി. ഇനി പോയിട്ടത് സെറ്റ് ചെയ്യാൻ പോവാം. അച്ഛന് രാവിലെ ഗോതമ്പ് കൂട്ടും മുട്ടക്കറിയും റെഡിയാക്കി കഴിക്കാൻ പോവാം. വാ വാ കഴിക്കാം. ഗോതമ്പ് കൂട്ടാണ് കേട്ടോ. മാവെല്ലാം കുഴച്ചിട്ടാണ് ജിമ്മിന് പോയി. വന്നിട്ട് മുട്ട പുഴുങ്ങി വെച്ചിട്ട് പോയി. മാവും കഴിച്ച് മുട്ട പുഴുങ്ങി വെച്ചിട്ട് ഇപ്പം വന്നപ്പോൾ എളുപ്പം ഉണ്ടാക്കാൻ പറ്റും. പെടാവുന്ന കാര്യങ്ങൾ കഴിക്കും. ചൂടുണ്ട് കേട്ടോ, ചൂടുണ്ട് നോക്കിക്കോണം. കഴിച്ചോട്ടെ. ഒന്നും പറഞ്ഞിട്ടല്ലേ. മുട്ടയോടെ എടുത്ത് കഴിക്കുക. ഞാൻ മുട്ട രണ്ടായിട്ട് മുറിച്ചിട്ട് കൊടുത്തു. ഇനി ചിലപ്പോൾ എടുക്കും. ഇനി എടുക്കണം കേട്ടോ. നല്ലേ നാടൻ മുട്ടയില്ലേ, അതൊക്കെ തിന്നു കേട്ടോ. കഴിക്ക്. വെള്ളുണ്ട്. ആ മുട്ട എടുത്തു. ഈ മുട്ട കൂടെ കിടക്കട്ടോ. ആർക്കാ അവിടെ ആർക്കും നമ്മൾ ആർക്കും കൊടുക്കാറില്ല. നമ്മൾ മാത്രമല്ല ഉള്ള ഇവിടെ. അച്ഛൻ കഴിക്കും. അച്ഛൻ കഴിച്ചിട്ട് പിന്നെ കൊടുക്കാം. ഇവിടെ ആരാ വേറെ ഉള്ളത്? മർസി ആ മുട്ട എടുത്തു. അത് മഞ്ഞക്കരു, റബ്ബറൊന്നും അല്ലത്. അത് മഞ്ഞക്കരു. ആ കഴിച്ചു. റബ്ബറാ അത്. റബ്ബറിലെ മുട്ടയുടെ വീടിന് എടുത്തുണ്ടെങ്കിൽ അങ്ങനെ ശരി സമ്മതിച്ചു. അത് കഴിച്ചാട്ടെ. അതുകൊണ്ട് എടുത്ത് കഴിക്കാം. ആ എടുത്ത് എന്തെല്ലാം എടുത്ത് ഞെപിടി. ഞാൻ ഈ പുട്ടിൻ്റെയൊക്കെ അടുത്തുകൂട്ട് വയ്ക്കുമ്പോൾ ആൾക്കാർ ചിലപ്പം പറയില്ല, അവൻ മിക്കവാറും അച്ഛനെ ഒന്നാക്കി കയറി വീഡിയോ എടുക്കുമെന്ന് പറയും. പറഞ്ഞാലും കുഴപ്പമില്ല. പറഞ്ഞതേ ഉള്ളൂ. ചിലവർക്ക് മനസ്സിൽ ചിന്തിക്കും. ഫുഡ് കഴിക്കുക കേട്ടോ. അങ്ങനെ അച്ഛൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്കിനി കുറച്ച് പണിയുണ്ട്. തുണികളെല്ലാം കേട്ടിരിക്കുന്നത് അതെല്ലാം സെറ്റ് ചെയ്യണം. പുട്ടും മുട്ടക്കറിയായിരുന്നു ഞങ്ങളുടെ. മുട്ട റോസ്റ്റ് ആയിരുന്നു ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അച്ഛൻ കഴിക്കുമ്പോഴത്തേക്ക് വരാം കേട്ടോ. കഴിക്കുമ്പോഴത്തേക്ക് ഇപ്പം വരാം. ഓക്കെ.